ഇറാനും അമേരിക്കയും 24 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ച പാകിസ്ഥാനിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്കയാണ് മിഡിൽ ഈസ്റ്റിലും ലോകത്തെമ്പാടും ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനയിൽ നിന്നും ബോധ്യപ്പെടുന്നത് ഇനി ഇറാന് നേരെ ഒരു സൈനിക ആക്രമണത്തിന് പകരം ഇറാനെ കടലിൽ ഉപരോധിക്കാനുള്ള വഴി സ്വീകരിക്കും എന്നാണ്. അങ്ങനെയാണ് ട്രൂത്ത് സോഷ്യലിൽ ഇപ്പോൾ ട്രംപ് കുറിച്ചിരിക്കുന്നത്. ഇറാനെതിരെ ഒരു നാവിക രംഗത്തുള്ള ഒരു ഉപരോധമാണ് ഇപ്പോൾ ട്രംപ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അതിനെക്കുറിച്ച് ട്രംപ് പറഞ്ഞിരിക്കുന്നത് വെനിസ്വേലയിൽ നമ്മൾ എന്താണോ ചെയ്തത് അത്തരത്തിലുള്ള ഒരു നീക്കം എന്നാണ്. വെനിസ്വേലയിൽ അവിടെയുള്ള പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയ നീക്കമല്ല ഇവിടെ ട്രംപ് ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് വെനിസ്വേലയെ വളയുകയും അങ്ങോട്ട് വരുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിച്ചു നാവിക രംഗത്ത് ഉപരോധം ഏർപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ ക്യൂബയിലും സമാനമായൊരു നീക്കം അമേരിക്ക നടത്തുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലൂടെ ഇറാനെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുക എന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകാൻ, അതായത് മുട്ടുമടക്കിയെന്ന് ലോകത്തിന് ബോധ്യപ്പെടാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവുക എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി എന്ന് ബോധ്യപ്പെടുന്നു. എന്നാൽ ഇനി ഒരു സൈനിക നീക്കത്തിന് പകരം നാവിക ഉപരോധം ഏർപ്പെടുത്തുക എന്നത് ട്രംപ് ഇപ്പോൾ ഉദ്ദേശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ ഇറാന്റെ ഏതെങ്കിലും ഒരു കപ്പലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ തീർച്ചയായും അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമിക്കും. അത് ചെങ്കടലിലാണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെങ്കിലും അത് പേർഷ്യൻ കടലിലാണെങ്കിലും ശരി, അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തും. ഇത് വലിയ രൂപത്തിലുള്ള ഒരു എസ്കലേഷന് കാരണമാകും. ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് അമേരിക്ക പോയാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം കടൽ വഴിയുള്ള എല്ലാ നീക്കങ്ങളും, ചരക്ക് നീക്കങ്ങളും ഇറാന് പ്രതിസന്ധിയാകും. എന്നാൽ അമേരിക്കയുടെ ഈ പദ്ധതി പൊളിച്ചു കളയാൻ റഷ്യക്കും ചൈനക്കും ഒരു പരിധി വരെ സാധിക്കും. ക്യൂബയ്ക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ റഷ്യയുടെ പതാകയുള്ള ഒരു കപ്പല് ക്യൂബയിലേക്ക് അയച്ചു. ആ കപ്പലിനെ ആക്രമിക്കാതെ സ്വതന്ത്രമായി കടന്നു പോകാൻ അനുവദിക്കുകയായിരുന്നു. കാരണം ആ കപ്പലിന് നേരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് നേരിട്ട് റഷ്യയുമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇനി നടക്കാൻ പോകുന്നത് ചൈനയും അതുപോലെ റഷ്യയും അവരുടെ കപ്പലുകൾ ഉപയോഗിച്ച് ഇറാനിലേക്കുള്ള വാണിജ്യ സംവിധാനങ്ങൾ നടത്തുകയാണെങ്കിൽ ആ കപ്പലുകളെ ആക്രമിക്കാൻ ഒരുപക്ഷെ അമേരിക്കക്ക് പ്രതിസന്ധി ഉണ്ടാകും. കാരണം അത് ലോകത്തെ വലിയ പവറുമായി യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഇറാനെ പോലുള്ള ഒരു രാഷ്ട്രത്തോട് പോലും യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിച്ച് തടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ചൈനയും റഷ്യയുമായിട്ടുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ട്രംപ് ഇറാനെ കുറിച്ച് യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്നത് കടലാസ് കടുവയാണ് എന്നാണ്. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള കടലാസ് കടുവ ആരാണ് എന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കക്ക് ശക്തി ഇല്ല എന്നല്ല, അതേ സമയത്ത് ലോകത്തിന് മുന്നിൽ അമേരിക്ക പരിചയപ്പെടുത്തിയൊരു ശക്തിയുണ്ട്. എന്നാൽ ആ ശക്തി ഇറാന് മുന്നിൽ ദുർബലപ്പെടുന്നു എന്ന് ലോകം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും റഷ്യയെയും ചൈനയെയും അമേരിക്കക്ക് ബദലായി അല്ലെങ്കിൽ അമേരിക്കയുമായി സഹകരണം നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഈ രാഷ്ട്രങ്ങളെയും കൂട്ടുപിടിക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങളെ സംരക്ഷിക്കാനുള്ള ശക്തി ഇല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ ഒരു നീക്കത്തിന് അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ചെറിയൊരു വിഘാതമുണ്ടെങ്കിൽ അത് UAE മാത്രമാണ്. UAE ഇസ്രയേലും അതുപോലെ അമേരിക്കയുമായി കൂടുതൽ അടുക്കാനുള്ള വഴികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം ഇപ്പോൾ ഈ അമേരിക്കയുമായിട്ടുള്ള ഈ ഒരു അടുപ്പം അല്ലെങ്കിൽ അമേരിക്കയെ തങ്ങളുടെ സംരക്ഷണം ഏർപ്പെടുത്തുക എന്നത് ബുദ്ധിപരമല്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഇറാൻ അക്ഷരാർത്ഥത്തിൽ വിജയിച്ചുകൊണ്ടാണ് ഈ യുദ്ധം നിർത്തുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കുകയായിരുന്നു. അത് തുറക്കാൻ പോലും അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. കാരണം അത് യുദ്ധത്തിലൂടെ ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ്. അതുപോലും പരിഹരിക്കാൻ അവരുടെ പ്രധാനപ്പെട്ട യുദ്ധം ചെയ്ത ലക്ഷ്യങ്ങൾ അത് നമുക്ക് മാറ്റിവെക്കാം. യുദ്ധത്തിനിടയിലുണ്ടായ പ്രതിസന്ധി പോലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു ദാരുണമായ സാഹചര്യം ഇപ്പോൾ അമേരിക്കക്കും ട്രംപിനും ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ട്രംപ് പറയുന്ന ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നത്
ഞങ്ങൾക്ക് നേരിട്ട് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നാണ്. സ്വാഭാവികമായും അതൊരു ഇടിത്തി പോലെ വലിയ സ്ഫോടനം ഉണ്ടാക്കുന്നത് അറബ് രാഷ്ട്രങ്ങളിലാണ്. അവർക്കാണ് ഈ കടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നിലനിൽക്കുന്നത്. അവരുടെ വാണിജ്യ കാര്യങ്ങളെല്ലാം നടക്കുന്നത് പേർഷ്യൻ കടലിലൂടെയാണ്, ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അവർക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും അവരുടെ എണ്ണയും അവരുടെ അസംസ്കൃത വസ്തുക്കളും എല്ലാം പുറത്തോട്ട് അയക്കുന്നതെല്ലാം പേർഷ്യൻ കടലിലൂടെയാണ്, ഹോർമുസ് കടലിടുക്ക് കടന്നുകൊണ്ടാണ്. ഇവിടെ ഈ യുദ്ധത്തിലൂടെ അമേരിക്കയാണ് ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് പ്രതിസന്ധി സമ്മാനിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പകരം ഇപ്പോൾ അവരെ പൂട്ടിട്ടിരിക്കുകയാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ അമേരിക്ക അത് തുറന്നു കൊടുക്കാതെ എന്ത് സംരക്ഷണമാണ് ഈ രാഷ്ട്രങ്ങൾക്ക് നൽകുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഇത് അമേരിക്കയുമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും അവസാനിപ്പിക്കാൻ ഈ രാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കും. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി ഇവിടെ നിലനിൽക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്? എവിടെയെങ്കിലും ജോലി സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ചായ വേണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർവീസുകൾ ആവശ്യപ്പെടാൻ വേണ്ടി 50-60 വാക്കുകൾ കാണാതെ പഠിക്കുന്ന രീതിയാണത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് ഇംഗ്ലീഷ് ഗ്രാമർ സഹിതം പഠിച്ച് പ്രസംഗിക്കാനും എഴുതാനും ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഈ വെക്കേഷൻ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ വെക്കേഷൻ ഇംഗ്ലീഷ് കോഴ്സ് ആണ് ത്വയ്ബ അവതരിപ്പിക്കുന്നത്. ഈ കോഴ്സിൽ നിങ്ങളുടെ കുട്ടികളെ ചേർക്കാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക.